സുനന്ദ ആകെ കൂടെ വിഷമിച്ചിരിക്കുകയാണ്. അമ്മ വന്നിട്ട് സുനന്ദയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. സുനന്ദ പറയും, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അമ്മ ഭക്ഷണം സുനന്ദയുടെ നേരക്ക് നീട്ടിയിട്ട് പറയും, ഞാൻ 1 മണിക്കൂറിനുള്ളിൽ വരും, അതിനു മുമ്പ് ഭക്ഷണം കഴിച്ചോണം. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും നിന്നോട് സംസാരിക്കാൻ വന്നാൽ നന്നായി ചിരിച്ച് സംസാരിച്ചോണം. അതും പറഞ്ഞ് അമ്മ അവിടുന്ന് പോവാണ്. സുഭാഷിൻ്റെ വിഷമം കണ്ടിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. സുഭാഷിൻ്റെ മനസ്സ് മുഴുവൻ സുനന്ദയെക്കുറിച്ചുള്ള പഴയ ഓർമ്മകളാണ്. സുഭാഷ് അതൊക്കെ ആലോചിച്ച് പൊട്ടിക്കരയാണ്. വീട്ടിൽ സുനന്ദയുടെ അവസ്ഥയും അത് തന്നെ. അമ്മ വന്നിട്ട് സുനന്ദയോട് വയ്ക്കും, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്. അമ്മ സുനന്ദയെ ഒരുപാട് ശാസിക്കുകയാണ്. അമ്മ സുനന്ദയോട് ഇതൊക്കെ നിന്റെ നല്ലതിനാണ്, ഒരു കാലത്ത് നീ അതൊക്കെ തിരിച്ചറിയുന്നു പറയാണ്. സുനന്ദയുടെയും മനസ്സ് മുഴുവൻ സുഭാഷിനെ പറ്റിയുള്ള ഓർമ്മകളാണ്. നിധിയും സുധിയും നികേഷും ഹരീഷും ഒക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കല്യാണം നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാണ്. രാത്രി സുനന്ദ സുഭാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സുനന്ദ പറയും, എനിക്ക് കല്യാണം വേണ്ട, ഇതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും വഴിയ, ഞാൻ അവിടെ ഇരുന്ന ശ്വാസം മുട്ടി മരിച്ചു പോകും. സുനന്ദയുടെ ശബ്ദം കേട്ട് സുഭാഷും പുറത്തേക്ക് വരും. സുഭാഷിനോടും സുനന്ദ കരഞ്ഞുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പറയാണ്. ഹരീഷാണെങ്കിൽ സുനന്ദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. സുനന്ദ പറയും, ഞാനിവിടുന്ന് തിരിച്ചു പോകാൻ വന്നതല്ല, ആ തീരുമാനത്തിന് ഇനിയൊരു മാറ്റവും ഇല്ല. സുഭാഷിനോട് സുനന്ദ പറയും, എന്നെ ഉപേക്ഷിക്കല്ലേ, ഇനി ഞാനിവിടെ സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പോകുന്നത്. അതും പറഞ്ഞ് സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. നികേഷ് സുനന്ദ അമ്പലത്തിൽ വരാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സുനന്ദ പറയും, എന്നെ അന്ന് അവിടെ പൂട്ടിയിട്ടായിരുന്നു, ഒരുപാട് അടിയൊക്കെ കൊണ്ടു. അമ്മ മരിച്ചു കളയെന്ന് ഭീഷണിപ്പെടുത്തി, അത് കേട്ടപ്പോൾ എനിക്ക് അവിടുന്ന് പോരാൻ പറ്റിയില്ല. നിധി പറയും, സുനന്ദ നീ ഒരുപാട് വൈകിപ്പോയി, കല്യാണം നാളെ നടക്കാതിരിക്കുമ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. അച്ഛനൊന്ന് സുനന്ദയെ കുറ്റപ്പെടുത്തുമ്പോൾ സുനന്ദ പറയും, ഇനി എന്നെ വീട്ടിൽ ആരും അന്വേഷിക്കില്ല, ഞാൻ അവിടെ ഇല്ലെന്ന് അവർ രാവിലെ അറിയൂ. സുഭാഷിൻ്റെ കാല് പിടിച്ച് സുനന്ദ പറയാണ്, എന്നെ കൈവിടല്ലേ,